നമസ്കാരം. റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം. ലാലിഗയിൽ FC ബാഴ്സലോണ തങ്ങളുടെ രണ്ടാമത്തെ മത്സരവും വിജയിച്ചിരിക്കുകയാണ്. ആദ്യ മത്സരം എൽച്ചയ്ക്കെതിരെ ഗംഭീര വിജയം നേടിയതിന് പിന്നാലെ ഇതാ അത്ലറ്റിക് ക്ലബ് ബിൽബാവോക്കെതിരെ ഏകപക്ഷീയമായ 2 ഗോളുകളുടെ വിജയം ക്യാമ്പ് നൗവിൽ നേടിയിരിക്കുന്നു. ബാഴ്സയ്ക്ക് വേണ്ടി റാഫീഞ്ഞ വീണ്ടും ഗോളടിച്ചിരിക്കുന്നു. ഇപ്പോൾ 2 കളികളിൽ നിന്ന് 3 ഗോളുകളായി ഈ സീസണിൽ ബ്രസീലിയൻ സൂപ്പർ താരത്തിന്. ബാഴ്സയ്ക്ക് ഇനി ഒരു നമ്പർ 9 വേണോ എന്ന ചോദ്യം ഉയരുകയാണ്. ഏതായാലും റാഫീഞ്ഞ തൻ്റെ റോള് ഭംഗിയായി നിർവഹിച്ചിട്ടുണ്ട്. കൂടാതെ ഫെർമിൻ ലോപ്പസ് ആണ് അടുത്ത ഗോൾ കണ്ടെത്തിയത്. ശരിക്കും പറഞ്ഞാൽ ബാഴ്സലോണ പുലർത്തിയ ആധിപത്യം അനുസരിച്ച് 4-5 ഗോളുകളൊക്കെ അടിക്കേണ്ടതായിരുന്നു. പക്ഷേ ഉനായ് സിമോൺ മികച്ച രൂപത്തിൽ ഗോൾ കീപ്പിംഗ് നടത്തിയപ്പോൾ സ്കോർ ലൈൻ ബാഴ്സയുടെ ഒരു ആധിപത്യം റിഫ്ലക്റ്റ് ചെയ്യുന്ന ഒന്നായില്ല എന്ന് മാത്രം. കളിയിൽ റോഡ്രി സബ്സ്റ്റിറ്റ്യൂട്ട് റോളിൽ വന്നു. ബാഴ്സലോണയ്ക്ക് വേണ്ടി അരങ്ങേറ്റം കുറിച്ചിട്ടുണ്ട്. ഏതായാലും മത്സരത്തിൽ ബാഴ്സലോണയുടെ ആദ്യ 11 റാഫീഞ്ഞ മുന്നേറ്റങ്ങൾക്ക് ചുക്കാൻ പിടിച്ചുകൊണ്ടിറങ്ങി. ഗോർഡനും ഫെർമിൻ ലോപ്പസും ലെമീൻ യമാലുമാണ് അദ്ദേഹത്തെ സഹായിക്കാനുണ്ടായിരുന്നത്. പെഡ്രിയും ബെർണലും ആദ്യ 11 ഡബിൾ പിവോട്ടായിട്ടുണ്ടായിരുന്നു. ഡിഫൻസിൽ കുബാൾസിയും ജെറാഡ് മാർട്ടിനും സെൻറ്റർ ബാക്കുമാരായപ്പോൾ എറിക് ഗാർഷ്യയും ചാവി എസ്പാട്ടും ഇരുപാർശ്വങ്ങളിലായിട്ട് ഇറങ്ങി. ഗോൾ കീപ്പറായിട്ട് ജോയൻ ഗാർഷ്യ. മറുഭാഗത്ത് നിക്കോ വില്യംസ് ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ അവരുടെ മുന്നേറ്റങ്ങൾ നയിച്ചുകൊണ്ട് ഗുൾസെറ്റെ ഉണ്ടായിരുന്നു. ഏതായാലും കളിയിൽ ബാഴ്സലോണ നല്ല രൂപത്തിൽ ആധിപത്യം പുലർത്തിയതാണ്. പക്ഷെ ഗോൾ വരാൻ 37 മിനിറ്റ് എടുത്തു. 37ാമത്തെ മിനിറ്റിലാണ് റാഫീഞ്ഞയുടെ ഗോൾ പിറക്കുന്നത്. വളരെ കാമായിട്ടുള്ളൊരു ഫിനിഷിംഗ് ആണ് അവിടെ നടന്നത്. പക്ഷേ ആ ഗോളിൻ്റെ ക്രെഡിറ്റ് യഥാർത്ഥത്തിൽ ആ പാസ് കൊടുത്ത അസിസ്റ്റ് കൊടുത്ത ആൾക്ക്, അതായത് പെഡ്രിക്ക് നൽകണം. എത്ര മനോഹരമായിട്ടാണ് അദ്ദേഹം ആ ത്രൂ ബോൾ കൊടുക്കുന്നത്. റാഫീഞ്ഞ ഫ്രീ ആയിട്ട് ബോളുമായിട്ട് കയറുകയാണ് ചെയ്തത്. ഗോൾ കീപ്പറേയും അദ്ദേഹം ഇങ്ങനെ റൗണ്ട് ചെയ്ത് മറികടന്ന് പോയിട്ട് പന്ത് അനായാസം വലയിലേക്ക് എത്തിക്കുകയായിരുന്നു. ഇടവേള സമയത്ത് ബാഴ്സലോണ ഏകപക്ഷീയമായ 1 ഗോളിന് മുന്നിലായിരുന്നു. രണ്ടാം പകുതിയിൽ ബാഴ്സലോണ ശരിക്കും ആധിപത്യം പുലർത്തി. പക്ഷെ കൂടുതൽ ഗോളുകൾ വരാൻ ഒരല്പം സമയമെടുത്തു എന്ന് മാത്രം. ബാഴ്സലോണയുടെ ടീമിൽ ബെർണാലിനെ മാറ്റിക്കൊണ്ട് ഡാനി ഒൽമോയെ കളിക്കളത്തിലേക്ക് വിട്ട കോച്ച് റാഫീഞ്ഞയെ പിൻവലിച്ചുകൊണ്ട് റോഡ്രിയെ കളിക്കളത്തിലേക്ക് വിട്ടു. റോഡ്രിയുടെ അരങ്ങേറ്റം ക്യാമ്പ് നൗവിൽ അദ്ദേഹം പിന്നീട് മികച്ച രൂപത്തിൽ കളി നിയന്ത്രിക്കുകയുണ്ടായി. അദ്ദേഹം വന്നതോടുകൂടി പിന്നെ സിംഗിൾ പിവോട്ടായിട്ട് അദ്ദേഹം കളിച്ചു. പെഡ്രി കുറച്ചുകൂടി മുന്നോട്ടേക്ക് കയറുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടത്. അങ്ങനെ വന്നപ്പോൾ ബാഴ്സലോണ ശരിക്കും പറഞ്ഞാൽ മികച്ച രൂപത്തിൽ കൂടുതൽ അറ്റാക്കിംഗ് പൊസിഷനിൽ ആളുകളെ വെച്ചുകൊണ്ട് കളിച്ചു. പക്ഷെ അപ്പോഴും ഗോളുകൾ വരാൻ ഒരല്പം വീണ്ടും സമയമെടുത്തു എന്നുള്ളതാണ്. ഏതായാലും എറിക് ഗാർഷ്യ പിൻവലിച്ച് കൂണ്ടയെ കളിക്കളത്തിലേക്ക് വിട്ടു. ഗോർഡൻ്റെ കാര്യം നന്നായിട്ട് പറയണം. അദ്ദേഹം മികച്ച രൂപത്തിൽ തന്നെ പെർഫോമൻസ് നടത്തിയിട്ടുണ്ട്. ഗോർഡനെ പിൻവലിച്ചുകൊണ്ട് അഡയമിയെ 80ാമത്തെ മിനിറ്റിൽ കളിക്കളത്തിലേക്ക് വിട്ടു. ഒടുവിൽ 82ാമത്തെ മിനിറ്റിൽ ഫെർമിൻ ലോപ്പസ് അവരുടെ 2ാമത്തെ ഗോൾ കൂടി കണ്ടെത്തി. പെഡ്രിയെ പിൻവലിച്ച് പിന്നെ അവസാനത്തിൽ കാൻസേലോയും കളിക്കളത്തിലേക്ക് വന്നു. പക്ഷേ ബാഴ്സ ഓൾറെഡി വിജയം ഉറപ്പിച്ച് കഴിഞ്ഞിരുന്നു. എന്നാലും ഈ മാർജിൻ 2-0 അതല്ലായിരുന്നു ബാഴ്സലോണയുടെ ആധിപത്യം വ്യക്തമാക്കിയത്. കളിയുടെ ആദ്യ ഒരു 10 മിനിറ്റൊക്കെ അത്ലറ്റിക് ക്ലബ് ബിൽബാവോ ഒരു ശ്രമം നടത്തി. പക്ഷെ പിന്നീട് അവർ ചിത്രത്തിലേ ഉണ്ടായിരുന്നില്ല. ഒരു തരത്തിലുള്ള അറ്റാക്കിംഗ് ത്രെട്ടും അവരുടെ ഭാഗത്തുനിന്ന് ഉണ്ടായില്ല എന്നുള്ളതാണ് ശ്രദ്ധിക്കേണ്ട കാര്യം. ബാഴ്സലോണയെ സംബന്ധിച്ചിടത്തോളം കളിച്ച 2 കളികളും വിജയിച്ച് 6 പോയിന്റോടെ ലീഗിൽ 1ാം സ്ഥാനത്താണ്. വീഡിയോ അവസാനിക്കുന്നു. ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് എത്താം.